എന്തായാലും നമ്മൾ പിന്നെ നമ്മുടെ രേണു സുധിയെ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് കുറെ രേണു ചേച്ചി തന്നതാ, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെ മറന്നു കളയാൻ പറ്റുമോ? ഇങ്ങനെ ഒരു കുരിപ്പിനെ ഞാൻ കണ്ടില്ലല്ലോ. എന്താ എന്റെ ഉദ്ദേശം? രേണു സുധിയെ പൊക്കി തോളത്ത് വെച്ചിരിക്കുക. ഇപ്പൊ വലിച്ചവര് ചാണകക്കുഴിയിലേക്ക് എറിയും. ഒരു അടിക്കുള്ള കോള് കാണുന്നുണ്ട്. മിക്കവാറും അവൾ അടി കിടക്കും. ബ്രൂസ്റ്റിയെ പോലെ രേണു ചേച്ചി ചാടി ചവിട്ടും. ഈ ചെക്കന്റെ സംസാരം തീരെ പിടിക്കില്ല കേട്ടോ. രേണുവിന് ഹോട്ട് സീറ്റ് പേടിയല്ലേ? ശരിക്കും വിയർത്തല്ലോ, നല്ല പോലെ പേടിച്ചല്ലോ. അഭിനയമല്ലേ? എനിക്ക് പേടിയൊന്നുമില്ല. രേണു ചേച്ചിക്ക് പേടിയാ, അടുത്തൂടെ പോലും പോയിട്ടില്ല, എന്നിട്ട് ബുദ്ധി തൊട്ട് തേണ്ടിയിട്ടില്ല. ഇപ്പൊ നാട്ടിലെ കൊച്ചു പിള്ളേരെ വരെ കളിയാക്കി തുടങ്ങി. എന്നിട്ട് ബുദ്ധി തൊട്ട് തേണ്ടിയിട്ടില്ല. അല്ല സാറേ, ഞാൻ പറഞ്ഞത് സത്യ ആണോ? മാറി മാറി വരുന്നുണ്ട് കാര്യം. മീൻസ് ഒരു നെഗറ്റീവ് തിരിച്ചിരിക്കുകയാണ്. ഇപ്പൊ നെഗറ്റീവ് കമന്റ്സ് മാറി പയ്യെ പയ്യെ പോസിറ്റീവിലേക്ക് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിരുന്നോ? പിന്നെ ആരും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. എല്ലാം ഞാൻ കടിച്ചു പിടിച്ചോണ്ട് നിൽക്കണം. എനിക്ക് ചൊറിഞ്ഞോണ്ട് വരണം, എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. എന്ത് പറ്റിയോ? ജനങ്ങൾക്ക് മൊത്തം ഭ്രാന്തായതുകൊണ്ട് എനിക്ക് ഭ്രാന്തായത് എനിക്കറിയത്തില്ല. ഓ, ഒന്നും അറിയാത്ത കൂട്ട് നിങ്ങൾക്കല്ലേ ഭ്രാന്ത്. എന്ത് സംഭവിച്ചെന്ന് എനിക്ക് അറിയത്തില്ല. ആൾക്കാർക്ക് വല്ല ലോട്ടറി അടിച്ചിരുന്ന സമയത്തായിരിക്കും ഇങ്ങനെ ടൈപ്പ് ചെയ്തെന്ന് തോന്നുന്നു. ഒരു ബോധമുണ്ട് കേട്ടോ ചേച്ചിക്ക്. ബോധമില്ലെന്നൊന്നും പറയാക്കത്തില്ല, ഇല്ലെങ്കിൽ ഇത് കണ്ടുപിടിക്കുകയോ? പ്രചോദനം മുന്നോട്ട് രേണു ചേച്ചിക്ക് വിവരക്കേടി ചെയ്യാൻ വേണ്ടി പ്രചോദനം നൽകുന്നത് ഇങ്ങനെയുള്ള ഇന്റർവ്യൂക്കാരാണ്. അപ്പൊ ഇതുവരെ എനിക്ക് ബുദ്ധിയില്ലെന്നാണ് പറഞ്ഞു. നമ്മളൊരു സത്യം പറഞ്ഞ അത്രേ ഉള്ളൂ. ഇന്ന് രാവിലെ റീലിട്ടതിന് ഒരു കമന്റ് ഉണ്ട്. സച്ചിൻ സ്റ്റീഫൻ അവൻ എപ്പോഴും കമന്റ് മുട്ടയിൽ നിന്ന് വിരിഞ്ഞിറങ്ങിയ ഓന്തിന്റെ കുഞ്ഞാ. എന്തായാലും വിവരമുള്ളവനാണ് ഇതിന് കമന്റ് ഇട്ടത്. അതിന് അവര് റിപ്ലൈ കൊടുത്തതോ? നീ അല്ലേ എന്റെ കൂടെ മുട്ടയിൽ നിന്നും ഇരട്ട പെറ്റ് വന്ന എന്റെ ഓന്തച്ചൻ. എന്തൊരു കോമഡി, എന്തൊരു കോമഡി. അയ്യോ, എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. ഈ കോമഡിയെ കാണുമ്പോ കമന്റ് ഇട്ടവൻ കേട്ട് കഴിഞ്ഞാൽ അവൻ ഫോണ് എറിഞ്ഞു പൊട്ടിച്ചെടുത്ത് കിണച്ചിൽ വിട്ടിട്ട് അവൻ നാട് വിട്ടുപോകും. എന്തായാലും നീ അവരെ സപ്പോർട്ട് ചെയ്താൽ കാണും. എന്റെ ഈ കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നിന്നെയൊക്കെ ഞാൻ. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാം അല്ലേ? ഇന്നത്തേക്ക് ഇത്ര മതി. ഇത്ര നമ്മള് റിയാക്ഷൻ ചെയ്യുന്നുള്ളൂ. രക്ഷപ്പെട്ടു. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു.